ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കല്യാണം തെറ്റിപ്പോയി. കാരണം എന്താ? ഓൻ കൊണ്ടുവന്ന 3000 ഉറുപ്പ്യന്റെ മുട്ടായി ആണല്ലോ. ഓള് പ്രതീക്ഷിച്ച 30,000-ൻ്റെതാ. കൂട്ടുകാരികൾ പറഞ്ഞ പോലെ അഷ്ടിക്ക് വകല്ലാത്തവന്റെ പേരൊന്നും പോകണ്ടാന്ന്. മുട്ടായി തിരിച്ചു പൊരേ കൊണ്ട കൊടുത്തിട്ട് പറഞ്ഞു ഞാള് മുന്നോട്ടില്ലാന്ന്. എന്താ ഇപ്പൊ കുഴപ്പം? ചെറുക്കൻ്റെതല്ല, ഓന്റെ വീടിന്റെ അല്ല, ഓന്റെ ദീനല്ല. കൊണ്ടുവന്ന മുട്ടായി ചെറുതായി പോയി. ഇനി മുട്ടായി വലുതാക്കുന്ന പോലെ ഉദ്ദേശം എന്താ? പോവാനായിട്ട് കുറെ മാരും ഉണ്ടാവും. ഞാൻ കുറ്റം പറയല്ലോ കേട്ടോ. പർദ്ദട്ടോള്, ചുരിദാർ ഇട്ടോള്, ടോപ്പ് ഇട്ടോള്, പിന്നെ കൂടെ കാണുന്ന കുറെ വയസ്സെത്തിമാര്, കുറെ വെള്ളത്തുണി കുപ്പായിട്ട കാരണവന്മാരും. മുൻപിലുള്ളോള് ഗോപുരം, രണ്ടാമത്തോള് താജ്മഹൽ, മൂന്നാമത്തോള് കുത്തുബ് മീനാർ, നാലാമത്തോള് വേറെ എന്തെങ്കിലും. ബേക്കലുണ്ടാവും ക്രെയിനിന്റെ ആ ചങ്ങായി. യാതൊരു അവസ്ഥയില്ലാത്ത ആചാരങ്ങൾ മാറിക്കൊണ്ടിരിക്കാൻ 80,000 രൂപ വരെ ഇപ്പൊ മുട്ടായിക്ക് വേണ്ടി ചെലവാക്കുന്നു എന്നാ. അതവിടെ നിൽക്കട്ടെ. 80,000 വരെ മുട്ടായിക്ക് ചെലവാക്കുന്നു പോട്ടെ. ഡെക്കറേഷനുകൾക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങളെ മേലേക്ക് എത്താൻ തുടങ്ങി. ഡെക്കറേഷനുകൾക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങള്. ഡെക്കറേഷൻ വേണ്ടാന്നൊന്നുമല്ല, ഇതൊക്കെ ഒരു പവറാ, സ്റ്റൈലാ, വെറൈറ്റിയാ. ആളുകൾക്ക് അതാ ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് ആളുകൾ ഓടിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഒരു കാര്യത്തിലേക്ക് ചുരുങ്ങി. റബ്ബിന്റെ തൃപ്തി വേണ്ട, നാട്ടുകാരെ തൃപ്തിയും വേണം, ലൈക്കും വേണം, ഷെയറും വേണം. ആ ഒരു മീഡിയകൾക്ക് മുൻപിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്.